ജനസേന വിജയിക്കട്ടെ. ജയ് പവൻജി. ജനസേന വിജയിക്കട്ടെ. ജയ് പവൻജി. చూస్తున్నారు కదా ఇక్కడ కేరళ నుంచి వచ్చిన జనసేన నాయకులు. మేడం, టెల్ మీ వాట్ ఈస్ ద రీజన్ టు జాయినింగ్ జనసేన పార్టీ? We are very much interested Pavanji's core value, so we are interested to move with him, so we are joined with Janasena. Yeah, only 2 months before only started in Kerala, but we know Pavanji before time also. പാർട്ടി ഇവിടെ സ്റ്റാർട്ടായത് ഇപ്പോൾ 2 മാസം മുമ്പേ മാത്രം, ഏപ്രിൽ 18-ാം തീയതി ഈ വർഷം. വാട്ട് ഈസ് ദ റീസൺ ടു ഇൻസ്പയർ പവൻ കല്യാൺ? ഈസ് ഓൾ ഇത് അവരുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നല്ല സാധാരണക്കാരോടുള്ള അവരുടെ പ്രതിബദ്ധത, അതുപോലെ തന്നെ ഇത് വിദ്യാഭ്യാസപരമായിട്ടും കാർഷികപരമായിട്ടും ഈ ഇതിലൊക്കെ ഉള്ള അവരുടെ ആ ഒരു വിഷൻ, ആ വിഷനാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. വാട്ട് ഈസ് ദ റീസൺ ജോയിനിങ് ജനസേന പാർട്ടി? കാലിക പ്രസക്തമായ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെയും പാർട്ടിയെയും പാർട്ടിയുടെ ഓരോ തത്വസംഹിതകളും നോക്കുമ്പോൾ ജനസേന പാർട്ടിയെ നമ്മൾ വേറിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യൻ്റെ ഓരോ ഉൾത്തുടിപ്പുകളെയും ആരാഞ്ഞറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ശരിക്കും വർണ്ണവർഗ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ, വിദ്യാഹീനനെന്നോ വിദ്യാഭ്യാസം ഉള്ള അല്ലെങ്കിൽ വിദ്യാസമ്പന്നനെന്നോ ഓർക്കാതെ വളരെ വ്യക്തമായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് കുട്ടികളെയും യൗവനക്കാരെയും മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലായിരിക്കുന്നവരെയും ഒക്കെ ഒരേപോലെ ഒരേ മാലയിലെ മുത്തുകളെ പോലെ കോർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ, അവരുടെ ശരീരത്തിന് ആവശ്യമായതും അവരുടെ ജീവിതത്തിന് ആവശ്യമായതും ഒക്കെ സംരക്ഷിക്കാൻ കൂടെ ഈ പാർട്ടിയുടെ ചില തത്വങ്ങൾ ഉതകുന്നു, അല്ലെങ്കിൽ അതൊരു മുതൽക്കൂട്ടാകുന്നു എന്നതാണ് നമ്മൾ ഈ പാർട്ടിയിലേക്ക് വരാനുള്ള കാരണം. പാർട്ടിയുടെ സ്ട്രാറ്റജി വളരെയധികം ഇഷ്ടമാണ്. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ വ്യക്തമായൊരു 4ാമത് മുന്നണിക്ക് ഒരു സാധ്യത ഉള്ളതുകൊണ്ടും ജനസേന പാർട്ടിയെ ഒരു 4ാമത്തെ പ്രധാന മുന്നണിയായി കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു സദുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നത്. താങ്ക് യു സർ. 2026 ഏപ്രിൽ 18-ലാണ് ജനസേന കേരളത്തിലേക്ക് ലോഞ്ചായത്. ബഹുമാനപ്പെട്ട നാഗേന്ദ്ര ബാബുജി, രാം തല്ലൂരിജി എന്നിവർ കേരളത്തിലെത്തുകയും കേരളത്തിലെ 15 നേതാക്കളെ, കോർ കമ്മിറ്റി അംഗങ്ങളെ കാണുകയും ഞങ്ങളുമായി സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ആശയങ്ങൾ അവരുമായി പങ്കുവയ്ക്കുവാൻ സാധിച്ചു. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തനം തുടങ്ങിയത്. ഞങ്ങൾ കേരളത്തിൽ 14 ജില്ലകളിലും ഞങ്ങളുടെ പ്രവർത്തകരെ, കേരളത്തിൽ ആകെ 14 ജില്ലകളാണുള്ളത്, 14 ജില്ലകളിലും ജനസേനയ്ക്ക് പ്രവർത്തകരെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ഈ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ജനസേനയോടൊപ്പം പോകുവാൻ ജനങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് അതിനു വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും കേന്ദ്രത്തിൽ നിന്നും, ജനസേനയുടെ ഭാഗത്തു നിന്നും, പവൻജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി കേരളത്തിൽ നിന്ന് ഞങ്ങൾ 8 പേരെയാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. ഞങ്ങൾ ഓരോ കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരാണ്. ഞങ്ങളെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വളരെയധികം ഇതിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾക്കധികം പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. ഭാഷാപരമായ വ്യത്യാസമില്ലാതെ, ജാതിപരമായ വ്യത്യാസമില്ലാതെ, വംശീയമായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷം തോന്നി. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, യൂത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു. ഇന്നത്തെ ജനത ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് യൂത്തിൻ്റെ കാര്യത്തിലാണ്. ആ യുവജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതാണ്. അദ്ദേഹം ഇവിടെ ആന്ധ്രാപ്രദേശത്തിൽ നടത്തുന്ന പല പദ്ധതികളും ഞങ്ങൾ ആകൃഷ്ടരാണ്. അടവി തള്ളി പ്രോഗ്രാം, അദ്ദേഹത്തിൻ്റെ പോരാട്ട യാത്ര
ഇതിലെല്ലാം വളരെയധികം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് ഞങ്ങളെ കൂടുതലായി ആകർഷകരാക്കിയത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കടമയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കേരളത്തിലെ നേതാക്കന്മാരായ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളോടൊപ്പം ഒരു കൂട്ടം ജനതയും. ജയ് ജനസേന. ജയ് ജനസേന. എൻ്റെ പേര് പവിത്രൻ. ഞാൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ്. ജനസേന പാർട്ടി ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ രൂപീകൃതമായിട്ട് ഇപ്പോൾ 2-2.5 മാസം മാത്രമേ ഇത് കാലമായിട്ടുള്ളൂ. എങ്കിലും കുറേ കാലമായിട്ട് രൂപീകരിച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുപോകുന്നത്. അത്രയോളം ആൾക്കാർക്ക് ഇതിൽ ആകർഷ്ടരായിട്ട് ഈ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളുടെ നമ്മുടെ ഒരു നിയമ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി പോകുന്നത്. എങ്കിലും ഇപ്പോൾ ഇന്നത്തെ ഇവിടെ ഈ ഡൽഹിയിൽ വെച്ചിട്ടുള്ള ഈ ഒരു യോഗത്തിന് ശേഷം നമുക്കതിനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ തിരിച്ചു പോയതിന് ഉടൻ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പരമാവധി ആൾക്കാരുടെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഇതിൻ്റെ കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ രൂപീകരിക്കാൻ പ്ലാനായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പരമാവധി ആൾക്കാരെ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പാർട്ടിയെ നല്ല രീതിയിലേക്ക് അടുത്തുള്ള ഒരു ഇലക്ഷനൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ 140 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലേക്കും നമുക്ക് ആൾക്കാരെ ജനസേനയുടെ പേരിൽ ആൾക്കാരെ മത്സരിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടി ആ സമയത്തേക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടെ നമുക്കുണ്ട്. പിന്നെ പവൻജിയെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു വിശ്വാസമാണല്ലോ. ആ വിശ്വാസത്തിൻ്റെ മേലെയാണ് നമ്മൾ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക അവരുടേതായ ഒരു ഇതുണ്ടല്ലോ. അതെ, അവരുടെ ആ ഒരു എല്ലാവരെയും കാണുന്ന ആ ഒരു രീതി, സാധാരണക്കാരെയും എല്ലാവരെയും ഒരേപോലെ കാണുന്നുള്ള ആ ഒരു രീതി, അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു പാർട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിയിൽ നിന്നും ഓരോ പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരും അതായത് അത്തരത്തിലുള്ള കുറേ ആൾക്കാർ ഈ പാർട്ടിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാർട്ടിയെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമുക്കുള്ളൊരു പ്രതീക്ഷ. Jai Janasena. My name is Dilip Kumar. I am from Trivandrum. Actually, my leaders are already spoken regarding the working of the Janasena party. So today I will be telling about today's meeting. Okay. Actually, we came with some expectation to the meeting, and that expectation was beyond. Now the meeting has just gone beyond the expectation also. So now what happened now, we have strong committees in Kerala. We are working together for that also. So now what are the suggestions we are given from the Pavan sir in the conclusion? We just follow that conclusions and we will strongly in the Kerala side also. So with all the respective of all the things, there is something like Sanatana Dharma. It is a problem in Kerala actually. Sanatana Dharma means it will be actually in Kerala it is known as a religion to Hindus only. Actually it is our task to that Sanatana Dharma is not a religion. It is a culture. It's beyond the culture of diversity. It's beyond the culture of border. So this is the message which we want to pass to the people of the Kerala. Thank you for your support. Jai Janasena. My name is Ram Sagar from Kerala, Trivandrum. Actually, Janasena party is launched in last April 18 in Kerala. At the time, Mr. Ram Talluri and Mr. Nagendra Babu came to Kerala and discussed about the in future of the Kerala coordination. So already we are fighting against UDF and LDF. In Kerala there is now the Congress is the majority, in the ruling party is there, but we have more spaces in Kerala for the Janasena party. Already we created around more than 1,000 workers in Kerala, all the districts, around 14 districts, and we formed a new team with each and every districts. We created a team members. So we are going to working, making and collecting the issues and against the corruption, and we are fighting for in the leadership of the Janasena party for Mr. Pavan Kalyan. So we are very hopeful for Mr. Pavan Kalyan, so we can make a good future
Kerala for all the people, a good future for all the people. We are expecting that one for the Janasena party. Behind the Janasena party, all are very one of the unity, like a unity. We will work in Kerala. So that is we are very hopeful for Mr. Pavan Kalyanji. Thank you so much. My name is Tom from Thrissur district, Kerala. എൻ്റെ പേര് സുനിലാണ്. ഞാൻ മലപ്പുറം ജില്ലയിൽ, കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മലപ്പുറം ജില്ല എന്നാൽ ഒരുപാട് പോപ്പുലേഷൻ കൂടിയ ജനങ്ങളാണ്. ഞാൻ ഈ ജനസേന പാർട്ടിയിൽ ആകർഷണമായത് നമ്മൾ പവൻ കല്യാൺജി എന്ന മനുഷ്യസ്നേഹിയുടെ അതുപോലെ ഒരു ജനനായകൻ്റെ പ്രവർത്തനം കണ്ടിട്ടാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ സാധാരണ ജനങ്ങളിടയ്ക്ക് വെള്ളം, കുടിവെള്ളം, റോഡ് വികസനം, തൊഴിൽ, വിദ്യാഭ്യാസം എന്ന എല്ലാ മേഖലകളും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളും വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജനസേന പാർട്ടിയുടെ നേതാവായ പവൻ കല്യാൺജിയുടെ ആധിപത്യമായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അദ്ദേഹത്തെ അത്രയ്ക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അതുപോലത്തെ അദ്ദേഹം നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Janasena party started April 18th. That time we have confused how we can convince the Kerala people and how can we more adding the people in Janasena party. That is a confusion because the people of Kerala, they are not aware about the Janasena party, only aware about the Pavan Kalyanji because of his actor. That's why the more people in Kerala knowing he is only the actor. After the formation of a party, we can know the case. We can know the one thing because lot of people is searching in their activities. They done good activities in Andhra Pradesh. So the most of people is searching in social media. We can easily get the details in social media. They already searched and they reveal the things what they done in Andhra Pradesh. He done good activities. They helped poor people. They give the basic needs in poor people. They work with poor people. Most of all politics they came for only getting votes. After that they gone and nobody's come back. But in Pavanji's case is very different. They always with poor people and middle class people for lift up in their lifestyle. They providing more schemes, central government schemes for giving the development of undeveloped places. So most of people knowing their activities. So after 2 months we approach for adding the people. They searching. After they call us, we are interested to join with Janasena. That time we surprised because most of work did in Thrissur district and Kasaragod district. More people added in that time. So after adding the time, more people they spoke with the mouth publicity. So most of people ready to join in Janasena party, and we have the confidence for after 2 months we can complete 14 constitutions in not in my district. 14 constitutions we can fill full 13 constitutions we can fill up with the seats in the short time.